കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. ദുരന്തം നടന്ന കരുണാപുരം കോളനിക്കുള്ളിലാണ് അറസ്റ്റിലായ ഗോവിന്ദരാജും സംഘവും വ്യാജമദ്യം വിറ്റിരുന്നത്. കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 300 മീറ്റർ മാത്രം അകലെയാണ് വ്യാജമദ്യ നിർമ്മാണത്തിന്റെ കേന്ദ്രം. ഇക്കണ്ടതാണ് കള്ളക്കുറിച്ചിയിൽ 50-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഗോവിന്ദരാജിൻ്റെയും സംഘത്തിൻ്റെയും വാറ്റ് കേന്ദ്രം. ദുരന്തം നടന്ന കരുണാപുരം കോളനിക്കുള്ളിൽ ചുറ്റും നിറയെ വീടുകളുള്ള സ്ഥലത്താണ് പരസ്യവാറ്റും വിൽപ്പനയും. കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 300 മീറ്റർ മാത്രം അകലെയുള്ള വ്യാജ വാറ്റ് കേന്ദ്രം പോലീസിനും അറിയാം. പക്ഷേ മാസാമാസം പടിവാങ്ങി ഒന്നും കണ്ടില്ലെന്ന് നടിക്കും. ഫലമോ മെഥനോൾ കലർത്തിയതും അല്ലാതെയും പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച വ്യാജമദ്യം ഈ ഷെഡിൽ നിന്നും പുറത്തേക്കൊഴുകും. நல்லா இல்ல, ஜெனரேஷனா அவங்க வித்துட்டு தான் இருக்கிறாங்க. அவ ஃபர்ஸ்ட் அவங்க அப்பா வித்தாங்க, இப்ப அவங்க விக்கிறாங்க. இது இன்னைக்கு நேத்து நடக்கல, இது வருஷ கணக்குல அவங்க வாங்கி வித்துக்கிட்டு தான் இருக்கிறாங்க. இவங்க வாங்கி குடிச்சிட்டு தான் இருக்கிறாங்க. இதை வந்து போலீஸ்காரங்களும் பாக்குறாங்க, பாக்குறாங்க, அவங்க காசு வாங்குறாங்க, வாங்கிட்டு வந்த வழியா பார்த்துட்டு போயிடுறாங்க. யாரும் வந்து இங்க வந்து அத ஏன் விக்கிறீங்கன்னு கேட்கல. ஏன் வாங்கி நீங்க விக்கிறதுனால எல்லாரும் வாங்கி குடிச்சிட்டு அவங்கவுங்க உயிர் போகுதுன்னு யாரும் பேசவும் இல்ல. வராங்க, மாமூல் வாங்குறாங்க, வாங்கிட்டு அவங்கவுங்க வேலையை பார்த்துட்டு அவங்கவுங்க போயிடுறாங்க. തലമുറകളായി ഗോവിന്ദരാജിന്റെ കുടുംബത്തിന് ഇതാണ് പണി. പരാതിയും പ്രതിഷേധവും ശക്തമായപ്പോൾ മുൻപ് ചില്ലറ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരമാവധി 2-3 ദിവസം അകത്ത് കിടന്ന ശേഷം സംഘം വീണ്ടും സജീവമാകും. സർക്കാർ മദ്യശാലയിൽ വില കൂടിയതിനാൽ ഗോവിന്ദരാജിന്റെ വ്യാജമദ്യത്തിന് ഡിമാൻഡ് ഏറെയാണ്. 50-60 രൂപ കൊടുത്താൽ സാധനം ലഭിക്കും. കടം പറഞ്ഞാലും കേൾക്കും. പക്ഷേ ഒടുവിൽ അത്യാഗ്രഹം അത്യാപത്തിൽ കലാശിച്ചു. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളാക്കുറിച്ചി.